പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിൽ വർഷം തോറും വൈശാഖ മഹോത്സവ കാലത്ത് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ആചാര പാരമ്പര്യങ്ങളുടെ ഗൗരവവും ഭക്തിയുടെ തീക്ഷ്ണതയും ചേർന്ന് ഓരോ തീർത്ഥാടകനും ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമായി മാറുകയാണ് കൊട്ടിയൂർ തീർത്ഥയാത്ര. കൊട്ടിയൂരിനോടൊപ്പം ചേർന്നു നിൽക്കുന്ന ക്ഷേത്രമാണ് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്ര സങ്കേതങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും ആചാര പ്രാധാന്യവും പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ല. കൊട്ടിയൂരും മണത്തണ ചപ്പാരവും ഒരേ ദൈവിക ധാരയുടെ രണ്ട് തീരങ്ങളാണ് എന്നും വിശ്വസിക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് മുൻപോ ശേഷമോ ചപ്പാരം ക്ഷേത്ര ദർശനം കൂടി ചെയ്യാതെ കൊട്ടിയൂർ തീർത്ഥാടനം പൂർത്തിയാകുന്നില്ലെന്ന വിശ്വാസം തലമുറകളായി നിലനിൽക്കുന്നതാണ്. പൂർവികർ ഈ രണ്ട് സങ്കേതങ്ങളെയും വേർതിരിച്ച് കണ്ടിരുന്നില്ല. കൊട്ടിയൂരിന്റെ പ്രധാന ഉപസങ്കല്പ ക്ഷേത്രമായി അറിയപ്പെടുന്നതാണ് ചപ്പാരം ക്ഷേത്രം. ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും 3 വാളുകളാണ് വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ഈ വാളുകൾ അക്കരെ സന്നിധാനത്തിലെ ഭണ്ഡാര അറ അഥവാ വാളറയിലെത്തിയാൽ മാത്രമേ അക്കരെ സന്നിധിയിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് അനുവാദമുള്ളൂ. ശ്രീ ചപ്പാരം മണത്തണ ഭഗവതി ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായിട്ട് വളരെ ഇടവഴി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ള പരാശക്തി ഈ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ രണ്ടും രണ്ട് ക്ഷേത്രമല്ല, ഒരു ക്ഷേത്രം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കൊട്ടിയൂർ ക്ഷേത്രത്തിനുള്ള അതേ പ്രാധാന്യം അല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ചപ്പാരം മണത്തണ ക്ഷേത്രം. ഈ ഭഗവതിയുടെ പ്രതിനിധിയായിട്ട് ഭഗവതിയുടെ പരാശക്തിയെ ഇവിടെ നിന്നുള്ള 3 വാളിൽ കൊണ്ടുപോയിട്ടാണ് അവിടെയുള്ള വാളറയിലേക്ക് വെക്കുന്നത്. അത് ദേവിയുടെ ചൈതന്യത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ വാളിനുള്ള പൂജയാണ് അവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ വാളിലുള്ള പൂജ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ള ഉത്സവം ആരംഭിക്കുന്നുള്ളൂ. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ആദ്യമായിട്ട് ഈ വാളിൻ്റെ മുകളിലാണ് പൂജ ചെയ്യുന്നത്. അത് ദേവിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ ദേവി അവിടെ എത്താനുള്ളത് ദേവൻ ദേവിയെ ഇവിടുന്ന് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ബാക്കി കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ള എല്ലാ സ്ഥാനീയരും എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന അവിടെ പല സാധനങ്ങളും വരുന്നുണ്ട്. എണ്ണ, വിളക്ക്, അങ്ങനെയുള്ള തിരി, അങ്ങനെയുള്ള സംഗതികളൊക്കെ, കലം എല്ലാം അതൊക്കെ അവരവർ കൊണ്ടുവരികയാണ്. ഏകമായിട്ടുള്ള ഇതേ ക്ഷേത്രത്തിലുള്ള ഒരൊറ്റ ദേവിയെ മാത്രമാണ് അവിടുന്ന് വന്നിട്ട് മറ്റുള്ളവരെ ആരും ക്ഷണിക്കുന്നില്ല. അപ്പോൾ അത്രയും പ്രാധാന്യമാണ് ഈ ദേവികൾ. ദേവി അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ ചൈതന്യം അവിടെ ഉൾക്കൊള്ളുന്നുള്ളതാണ്. ദേവൻ ദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവിടെ നിന്ന് വിളക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ട് മുകളിലുള്ള അപൂർവം ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ തെക്കോട്ട് മുകളിൽ മറ്റുള്ള ക്ഷേത്രം എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ക്ഷേത്രം. അത് മാത്രമല്ല ഈ ക്ഷേത്രത്തിന് വേറെ സംഗതിയും കൂടി പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയായിട്ട് മുഖാമുഖമായിട്ട്, കൊടുങ്ങല്ലൂർ അമ്മ വടക്കോട്ടാണ്, അപ്പോൾ ദേവി ഇവിടുത്തെ തെക്കോട്ടേക്ക്, അവർ മുഖാമുഖമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഈ ശങ്കരാചാര്യരാണ് ഇവിടുത്തെ പൂജാവിധികൾ അവിടെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ശ്രീചക്ര പൂജ നടത്തിയിരിക്കുന്നത് ശങ്കരാചാര്യരാണെന്നുള്ളതാണ് അഭിജ്ഞമതം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നമുക്ക് അധികമായിട്ട് അറിയില്ല. പിന്നെ ദേവി ഇവിടുന്നാണ് കൊട്ടിയൂരേക്ക് രക്ഷയാഗത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. രക്ഷയാഗത്തിന് വേണ്ടി ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇതൊരു ഐതിഹ്യമാണ്, അതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ളതില്ല. അവരുടെ ഉടയാഭരണങ്ങളെല്ലാം തന്നെ ആഭരണങ്ങളിലൂടെ അഴിച്ചു വെച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എടുക്കാം എന്നുള്ള ധാരണയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ആ തിരിച്ചു വരാതുകൊണ്ട് അത് ഇവിടെ തന്നെ കിടക്കുകയാണെന്നുള്ളതാണ് സംഗതി. അതാണ് ഇതിനുവേണ്ടി ഒരു അടച്ചുപൂട്ടി വാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല, ആരും തന്നെ അത് തുറന്ന് നോക്കിയിട്ടുമില്ല. അതേപോലെ തന്നെ പിന്നെ ഇവിടെ ശ്രീചക്ര പൂജ നടക്കുന്നുണ്ട്. ശ്രീചക്ര പൂജ നടക്കുന്നത് ശങ്കരാചാര്യർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പൂജ വളരെ പ്രാധാന്യമുള്ള വിദ്യാമന്ത്രങ്ങളും നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് വരുന്നത്. ക്ഷേത്രത്തിൽ ഇവിടെ കൊട്ടിയൂർ ദർശനത്തിന് പോകുന്ന ഭക്തജനങ്ങൾ ആദ്യം അമ്മയെ തൊഴുതിട്ട് വേണം അങ്ങോട്ട് പോകാനുള്ളതാണ്. പണ്ടുകാലങ്ങളിലേ അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഈ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടും മറ്റേ യാത്രാ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഒക്കെ ആയിട്ട് പുതിയ ആൾക്കാർക്ക് ഇതിനെ അറിയേയില്ല, ഇതിനെ ഒഴിവാക്കിയുണ്ട്. പക്ഷേങ്കിൽ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അമ്മയെ തൊഴണം എന്നുള്ളതാണ്. അഥവാ ഇവിടെ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോകുന്ന വഴിയെങ്കിലും അമ്മയെ തൊഴുതിട്ട് പോകണം എന്നുള്ളതാണ് ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെ ഇവിടെ തൊടാതെ കൊണ്ട് ആരും അങ്ങോട്ട് പോയില്ല. അപ്പോൾ ദൈവം പറയുന്നത് നിങ്ങൾ ആദ്യം ജഗന്മയ്യായിട്ടുള്ള അമ്മയെ തൊഴുതിട്ട് അങ്ങോട്ടേക്ക് വരണം എന്നുള്ളതാണ്. വൈശാഖ മഹോത്സവത്തിൽ നിത്യനിദാന ചടങ്ങുകൾ ആരംഭിക്കുന്നതും വാളറയിൽ പ്രവേശിച്ചതിന് ശേഷമാണ്. അക്കരെ സന്നിധാനത്ത് പല സുപ്രധാന ചടങ്ങുകൾക്കും വേദിയാകുന്നത് വാളറയ്ക്ക് മുന്നിലെ പൂമുഖമാണ്. വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന അടിയന്തര യോഗങ്ങൾ വാളറയുടെ മുന്നിൽ വെച്ചാണ് ചേരുന്നത്. കൊട്ടിയൂരിലെ വാളറയിൽ ദേവി പരാശക്തി ഭാവത്തിൽ നിലകൊള്ളുമ്പോൾ അമ്മാറക്കൽ തറയിൽ സതിയായും ചപ്പാരം ക്ഷേത്രത്തിൽ സപ്തമാതൃഭാവങ്ങളിലും പരിലസിക്കുന്നു എന്നാണ് വിശ്വാസം. കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് കർണാടകയിൽ നിന്നടക്കമുള്ള നിരവധി ഭക്തരാണ് ചപ്പാരം ക്ഷേത്രത്തിലെത്തുന്നത്. ഏജനറ്റ് ന്യൂസ്.